ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു അല്ലെ, നമ്മളുടെ സൃഷ്ടാവായ ദൈവം നമ്മൾക്ക് വേണ്ടി തിരിച്ചു വരുന്നു അല്ലെ. പിതാവായ ദൈവത്തിന് സംസാരിക്കുന്ന ഒരു കാര്യം മാത്രമുള്ളൂ, തൻ്റെ പുത്രനെ പറ്റി അല്ലെ. പുത്രനെ പറ്റിയും തൻ്റെ പുത്രന്റെ ഈ ലോകത്തുള്ള വരവിനെ പറ്റിയും നമ്മളെ വീണ്ടെടുത്തതിനെ പറ്റിയും ഇനി എന്താണ് യേശു ക്രിസ്തു ചെയ്യാനിരിക്കുന്നതിനെ പറ്റിയും നമ്മളിപ്പോ ജനസിസ് തൊട്ട് ഉൽപ്പത്തി തൊട്ട് നമ്മൾ റെവലേഷൻ വെളിപാട് വരെ, വെളിപാടിന്റെ അവസാനത്തെ ചാപ്റ്റർ വരെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യേശുവിനെ പറ്റി മാത്രം അല്ലെ. നമ്മള് ഇപ്പൊ നമ്മൾ നോക്കുവാണ്, ഇസ്രായേലിന്റെ ചരിത്രം വഴി ദൈവം നമ്മളോട് പറയുന്നത് യേശുവിനെ പറ്റി മാത്രമാണ് പറയുന്നത് അല്ലെ. യേശുവിന്റെ വരവിനെ പറ്റി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി, നമ്മളുടെ വീണ്ടെടുപ്പിനെ പറ്റി, അങ്ങനെയൊക്കെ തന്നെ. ഹോളി സ്പിരിറ്റ് ഗോഡിനാണെങ്കിലും പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് റിവീൽ ചെയ്തു തരുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി മാത്രമാണ് അല്ലെ. അപ്പൊ യേശു തന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അന്നുള്ള ഇസ്രായേലുള്ള ആൾക്കാര് സ്ക്രിപ്റ്റേഴ്സ് മൊത്തം അരിച്ചു പിറക്കി അവർ വായിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിത്യജീവൻ അവിടെ നിന്ന് അല്ലെ സ്ക്രിപ്റ്ററിൽ നിന്ന് കണ്ടെത്തുമെന്ന് പറഞ്ഞു. പക്ഷേ യേശു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്ററുകളെല്ലാം തന്നെ ടെസ്റ്റിഫൈ ചെയ്യുന്നത്, സാക്ഷ്യപ്പെടുന്നത് എന്നെ പറ്റിയാണ് അല്ലെ, യേശുവിനെ പറ്റിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ പോർഷൻ ലീവൈറ്റ്സിന്റെ അല്ലെ, ലേവി ഗോത്രത്തിന്റെ ജീവിതത്തിൽ നിന്ന് അല്ലെ, നമ്മൾക്ക് വേണ്ടി എന്താണ് നമ്മുടെ യേശു ക്രിസ്തു ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്താണ് നന്ദി പറയുന്നത് കർത്താവേ. എല്ലാ സ്ക്രിപ്ചറുകളും അങ്ങനെ പറ്റി മാത്രം സംസാരിക്കുന്നു കർത്താവെ, അങ്ങനെ പറ്റി മാത്രം സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഈ ലോകം മൊത്തം അങ്ങനെ പറ്റി മാത്രമേ സംസാരിക്കുന്ന കർത്താവെ. ചരാചരങ്ങൾ, ഈ പ്രകൃതിയും കർത്താവ്, സകലം സൃഷ്ടിക്കപ്പെട്ട സകലം കർത്താവെ സംസാരിക്കുന്ന അങ്ങനെ പറ്റി മാത്രമേ കർത്താവെ. അവർക്ക് സംസാരിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഓ ജീസസ് മസ്റ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ് മസ്റ്റ് ഗോഡ് മൈറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കേണ്ടത് അങ്ങനെ പറ്റി മാത്രം, സൃഷ്ടാവായ ദൈവത്തെ പറ്റി, ഓ രാജാവിനെ പറ്റി. താങ്ക് യു ജീസസ് മാസ്റ്റർ കർത്താവെ, ഞങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ്. ഓ അങ്ങ് ഞങ്ങളോട് കർത്താവ് യേശുവിനെ പറ്റി റിവീൽ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്നതാണല്ലോ കർത്താവെ. ഞങ്ങൾക്ക് കർത്താവ് ഇന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിനെ പറ്റി കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ പിതാവിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാക്കി മാറ്റാനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമം തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ് സംസാരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. അബ്ബാ ഫാദർ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അല്ല, ദൈവം പറഞ്ഞ പോലെ സ്ക്രിപ്ചറുകളെല്ലാം പറഞ്ഞ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. യേശു ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് വെച്ചാല്, ചെയ്യുന്നതും ഇനി എന്താണ് ചെയ്യാനിരിക്കുന്നതിനെ പറ്റിയൊക്കെ തന്നെയാണ് സ്ക്രിപ്ചറുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ അറിയാം, മോസസ് തന്റെ അവസാന കാലത്ത് എഴുതിയിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു മോസസിനോട്, നീ മരിക്കണം, മരിച്ച് നിന്റെ എന്താ പറയാ ആൻസെസ്റ്റേഴ്സിന്റെ കൂടെ അല്ലെ, പിതാക്കന്മാരുടെ കൂടെ നീ ചേർക്കപ്പെടണം. ആ സമയത്ത് മോസസിന് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, 120 വയസ്സുണ്ടായിരുന്നെങ്കിൽ പോലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ലെ മോസസ്. കണ്ണിന്റെ കാഴ്ചയൊന്നും കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മോസസ് ഒരു പാപം ചെയ്തുകൊണ്ട് ദൈവത്തിന് വാക്ക് കേട്ടില്ല എന്നുള്ളത് കൊണ്ട്, അതനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിന് കനാനിലേക്ക് മോസസിനെ കടത്തുന്നത് താല്പര്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോസസിനോട് ദൈവം പറയുന്നു, നീ മരിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ സമയത്ത് മോസസ് അവസാനമായിട്ട് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നതാണ് ഇത് ഡ്യൂട്ടറോണമി അല്ലെ, ആവർത്തന പുസ്തകം ഉള്ളത് അല്ലെ. അപ്പൊ ഇതൊരു സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. മോസസ് ഇവരെ, ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് നയിച്ചത്, വിൽഡർനെസ്സിൽ കൂടെ ദൈവം എങ്ങനെയാണ് മോസസ് വഴി നയിച്ചത്. മോസസ് അല്ല നയിക്കുന്നത്, ദൈവം മോസസ് വഴി നയിക്കുന്നു അല്ലെ. ഈ വിൽഡർനെസ്സിൽ കൂടെ, മരുഭൂമിയിൽ കൂടെ ഇവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത് അല്ലെ, എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളതിനെ പറ്റി മോസസ് സംസാരിക്കുകയാണ്. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത്, ആവർത്തന പുസ്തകത്തിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്കുകളാണ്. അപ്പൊ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലീവൈറ്റ്സിനെ പറ്റിയാണ് അല്ലെ. ലേവി ഗോത്രക്കാരെ പറ്റി, അവര് വഴി ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ അതിന് മുമ്പായിട്ട്, ദൈവം ഇസ്രായേൽ മക്കളുടെ ചരിത്രം വഴിയും കൂടെ പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്
അല്ലെ? ഇസ്രായേൽ മക്കളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ അവർക്ക് കൊടുത്തിരുന്ന എല്ലാ ബലികൾ അല്ലെ അതിനെപ്പറ്റി എല്ലാം പറയുന്നത് ടാബർനാക്കിളിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കുക. ടാബർനാക്കിൾ കൊണ്ടെല്ലാം ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ പറ്റി അല്ലെ. യേശുക്രിസ്തു ആരാണ്, എന്താണ് ചെയ്തത്, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, തന്റെ തിരിച്ചു വരവിനെ പറ്റി, ആത്ത വരവിനെ പറ്റി, അതിനെപ്പറ്റിയൊക്കെ മാത്രം സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ലേവി ഗോത്രത്തിൽ പെട്ടവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ അല്ലെ, അപ്പൊ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ വർദ്ധന പുസ്തകത്തിന്റെ 10:6 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ ആദ്യം ഒന്ന് വായിക്കും. പിന്നെ അത് കഴിഞ്ഞ് പുറപ്പാട് പുസ്തകത്തിന്റെ 32-ാമത്തെ ചാപ്റ്ററിന്റെ 25 തൊട്ട് 29 ഉള്ള വാക്കുകളും പെട്ടെന്ന് വായിക്കാം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ആവർത്തന പുസ്തകത്തിന് 10:6 തൊട്ട് 9 വാക്കുകൾ. ഇസ്രായേൽ മക്കൾ ബെനെ ഖാൻ എന്ന ബെരോത്തിൽ നിന്നു മൊസരയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹരോൻ മരിച്ചു. അവിടെ അവനെ അടക്കുകയും ചെയ്തു. അവന്റെ മക്കൾ എലിയാസർ അവന്റെ മകൻ എലിയാസർ അവനു പകരം പുരോഹിതനായി. അവിടെ നിന്നു അവർ ഗുദ്ഗോദയ്ക്കും ഗുദ്ഗോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായി യോത്ത് ബത്തേക്കും യാത്ര ചെയ്തു. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദാനം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. അപ്പൊ നമുക്കറിയാം ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ പറ്റി. ലേവി ഗോത്രത്തിലുള്ളവർ മാത്രമേ ദൈവത്തിന്റെ ഒപ്പം നിൽക്കാൻ താല്പര്യം കാണിച്ചുള്ളൂ. ഇപ്പൊ പുറപ്പാടിലേക്ക് പോകുമ്പോൾ 32-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ 25 തൊട്ട് 29 വരെയുള്ള വാക്കുകളൊക്കെ എങ്ങനെയാ പറയുന്നത്, ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മോസസ് 40 ദിവസം ദൈവത്തിന്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അല്ലെ, എന്താ പറയുക, 10 കൽപ്പനയൊക്കെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ താഴെ മലയുടെ താഴെ ആരനെ പിരികേറ്റിയിട്ട് ഇസ്രായേലിലുള്ള മക്കളെല്ലാവരും കൂടി കാളേനെല്ലാം സ്വർണം കൊണ്ടുള്ള കാളേനെല്ലാം ഉണ്ടാക്കിയിട്ട് അതിന്റെ ചുറ്റും കിടന്നിട്ട് ഓടി നടന്നതിന് ശേഷം അവര് ബഹളം ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ. അപ്പം ദൈവം മോസസിനോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന ആൾക്കാർ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക താഴെ കിടന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ദൈവത്തോട് മാപ്പൊക്കെ അപേക്ഷിച്ച് ദൈവത്തിന്റെ കാലൊക്കെ പിടിച്ച് മോസസ് ഒരു വിധത്തില് ഇവർക്ക് എതിരായിട്ടൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോ ഇവര് ചെയ്യുന്ന പണി കണ്ടിട്ട് മോസസ് തന്നെ ദേഷ്യം വരുന്നു അല്ലെ. മോസസിന്റെ ദേഷ്യം വന്നതിന് ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ടാബ്ലറ്റ് അല്ലെ, ആ ഒരു കൽപ്പലക അല്ലെ, അദ്ദേഹം താഴേക്ക് വലിച്ചെറിയുന്നു. പിന്നെ ദേഷ്യം പെടുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, യഹോവയുടെ കൂടെ നിൽക്കുന്നവര് എന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമേ വന്നുള്ളൂ അല്ലെ. ഒരുപക്ഷെ അവർക്ക് ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മോസസും ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും. എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഇവര് ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവര് ദൈവത്തിനൊപ്പം നിൽക്കാൻ ഒരു തീരുമാനം എടുക്കുന്നു അല്ലെ. യഹൂദ ഗോത്രത്തിൽപ്പെട്ട ജൂഡയിൽ നിന്ന് പോലും ആൾക്കാർ വന്നില്ലെന്ന് വിചാരിച്ചു. ജൂഡ വഴിയാണ് യേശുക്രിസ്തു വരാനിരിക്കുന്നത്. ജൂഡയ്ക്ക് ഓൾറെഡി പ്രോഫസി ഉണ്ടായിരുന്നു. ജേക്കബ് മരിക്കുന്നതിന് മുമ്പ് പ്രോഫസിയെ കൊടുത്തിട്ടുള്ളതാണ് ജൂഡയെ പറ്റി അല്ലെ. സെപ്റ്റർ അല്ലെ, അത് ചെങ്കോല് കിരീടം ഒന്നും നിന്റെ കയ്യിൽ നിന്ന് പോകത്തില്ലെന്നൊക്കെ ഓൾറെഡി ജൂഡയോട് പറഞ്ഞാണ്. പക്ഷെ എന്നിട്ടും കൂടി ജൂഡ പോലും ദൈവത്തിന്റെ ഒപ്പം അത് നിന്നില്ല. പക്ഷെ അന്ന് നിന്നതാകപ്പാടെ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമാണ് നിന്നത്. അപ്പൊ അന്ന് ദൈവം ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരെ ദൈവത്തിനു വേണ്ടി മാറ്റി അല്ല, തിരിച്ചു, ദൈവത്തിന് വേണ്ടി വെച്ചു അവരെ. അപ്പൊ അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കാണിക്കുന്നത് യേശുവിനെ പറ്റിയാണ് കാണിക്കുന്നത്. അപ്പൊ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ, ഒന്ന് വിചാരിച്ചു നോക്കി, ഇവിടെ ദൈവം മോസസ് വഴി ദൈവം ഇവിടെ സംസാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അന്ന് മോസസ് ചെയ്ത ഒരു കാര്യം അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരോട് പറഞ്ഞു, നീ വാളുമായിട്ട് ചെന്നിട്ട് നിന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരെയും, ഇപ്പൊ പുറപ്പാട് പുസ്തകത്തിന് 32-ന്റെ 27 ഞാൻ വായിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തർ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും തന്റെ കൂട്ടുകാരെയും കൊന്നുകളവിൽ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവര് ചെന്നു കൊന്നുകളയുന്നു അല്ലെ. അപ്പൊ ഇവിടെ ദൈവം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം സെറ്റപ്പായിട്ട് ചെയ്ത് ഇവരെ അല്ലെ, ദൈവത്തിനായിട്ട് മാറ്റിവെച്ചു.
ലേവി ലേവി കുടുംബത്തിൽപ്പെട്ടവരെ മാറ്റിവെച്ചു അല്ലെ. അപ്പോ ഇവര് ലേവി കുടുംബത്തിൽപ്പെട്ടവര്, ലേവി ഗോത്രത്തിൽപ്പെട്ടവര് ഒരു തീരുമാനം എടുത്തൊക്കെ ഞങ്ങൾ യഹോവയുടെ ഒപ്പം നിൽക്കാൻ പോവാണ്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവും ഒന്ന് വിചാരിച്ചു. നമ്മള് യേശുവിന്റെ ശബ്ദം കേട്ടോണ്ട് നമ്മൾ പുറപ്പെടുമ്പോ നമ്മളോട് ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 12ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 52, 53 ഒക്കെ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവനും, ലൂക്കോസിന്റെ 12, 52, 53 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു ലോകത്തിലേക്ക് വരുന്നതിനെ പറ്റി പറയുന്നത്. അപ്പൊ യേശുവിനെ സ്വീകരിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരും മൂവരോട് ഇരുവരും എങ്ങനെ ഇങ്ങനെ 5 പേർ തമ്മിൽ ചിന്തിച്ചിരിക്കും. അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മായിമ്മയോടും ചിന്തിച്ചിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരു രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുടുംബത്തിലുള്ളവർ തന്നെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. ദൈവത്തിന്റെ ഒപ്പം നിൽക്കണമെങ്കിൽ പലതിനെയും വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥ വരും എന്ന് ചുരുക്കം അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ ലേവി കുടുംബത്തിൽപ്പെട്ടവരോട് പറഞ്ഞത്, ദൈവത്തിനെതിരായിട്ട് നിന്നവരെ, ദൈവത്തിനെതിരായിട്ട് വർക്ക് ചെയ്യുന്നവരെ നീ എന്ന് കൊന്നുകളയും. അപ്പൊ യേശുക്രിസ്തു ആരോടും കൊന്നുകളയണം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ കൊന്നുകളയാൻ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം മാനസികമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ആൾക്കാര് ഇവര് മഹാമോശപ്പെട്ടതാണ് അല്ലെ. ഇവരെ ഇനിയും കൊണ്ട് കനാലിലേക്ക് കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരല്ല എന്നുള്ള തീരുമാനം എടുത്തു. ഇവര് യോശുവയും കാലേബും അല്ലാതെ വേറെ ആരും അല്ലെ തന്നെ കനാലിലേക്ക് പോകാൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ പിന്നെ അവർ വളർന്ന് പ്രായമായിട്ട് കഴിയുമ്പോൾ അവർ പോകും. അതല്ലാതെ ഈ ജനറേഷൻ പെട്ട ഈ അഡൾട്ട്സ് ആയിട്ടുള്ളവരാരും പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം ദൈവത്തിന് അറിയാമല്ലോ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനങ്ങളൊന്നും അല്ലല്ലോ ഇതൊക്കെ അല്ലെ. പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ ദൈവം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന് അറിയാം എന്താ വരുന്നുള്ള കാര്യം അല്ലെ. ദൈവത്തിന്റെ മനസ്സിൽ ഇതെല്ലാം നേരത്തെ തന്നെ ദൈവം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോകത്തിന്റെ ആരംഭത്തിൽ വെച്ച് തന്നെ യേശുക്രിസ്തു എന്താ പറയാ ക്രൂസിലേക്കപ്പെട്ടത്, ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് അല്ലെ. അപ്പൊ തന്നെ ബിഗിനിങ് തന്നെ യേശുക്രിസ്തു ക്രൂസിലേക്കപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ എന്താ ഫിസിക്കൽ ആയിട്ടുള്ള ക്രൂസിഫിക്ഷൻ നടന്നത്. അപ്പൊ ദൈവം ഇവരോട് കൊന്നുകളയാൻ പറഞ്ഞിരിക്കുന്നത് ഇവരാരും ഇനി കനാലിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനം. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് എങ്ങനെയാന്നുള്ള കാര്യം ദൈവം ഒരു തീരുമാനം എടുത്തതാ. അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പൊ കൊന്നുകളയാൻ പറഞ്ഞിരിക്കുക. ആ ഒരിതിനെ പറ്റി നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന് വേണ്ടി സെറ്റപ്പാട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ലോകവുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സഹകരണം പാടില്ല. ഇപ്പോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവര് ദൈവത്തിനെതിരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഒപ്പം നമ്മളെ നടക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവരെ നമ്മൾക്ക് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, കൂടപ്പിറപ്പുകളായിരിക്കും, ആരാന്ന് പറഞ്ഞാലും അതേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്ന് വിചാരിക്കുക, ദൈവം ഇവിടെ ലീവായി കുടുംബത്തിൽപ്പെട്ടവരെ അല്ലെ, ഗോത്രത്തിൽപ്പെട്ടവരെ തനിക്ക് വേണ്ടി സെറ്റപ്പാട് ചെയ്തതുപോലെ തന്നെ ദൈവം ഇവിടെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങളെയും സെറ്റപ്പാട് ചെയ്യാൻ പോകുന്നു. യേശുക്രിസ്തു വഴി അല്ലെ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. മോസസിനെ പറ്റി പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഒരു ടൈപ്പ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു അല്ലെ നമ്മൾക്ക് വേണ്ടി എങ്ങനെയാണോ പിതാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാദിക്കുന്നത് പോലെ അല്ലെ, എങ്ങനെയാണോ നമ്മളെ കനാൻ ദേശത്തിലേക്ക്, നമ്മളുടെ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ, സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി എങ്ങനെയാണോ യേശു നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അല്ലെ മോസസും ദൈവം ഉപയോഗിച്ചിരുന്നു. മോസസ് പിന്നെ ജോഷുവ അവരെല്ലാം യേശുക്രിസ്തുവിന്റെ ഒരു ടൈപ്പ് ആയിരുന്നു. ജോസഫിനെ പറ്റിയൊക്കെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ദൈവം അവിടെ അവര് ചിത്രീകരിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ജോഷുവ ആണ് കനാനിലേക്ക് അവരെ കൊണ്ടുപോയത്, ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത്. അപ്പൊ ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ജോഷുവിനെ പറ്റി അവർ പറയും യഹോശുവ അല്ലെ, ജീസസിന്റെ ഒരു ടൈപ്പ് ആണെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ച് ആവർത്തന പുസ്തകത്തിൽ 10 വരുമ്പോ ഇവിടെ ദൈവം ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു. 8ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആവർത്തന പുസ്തകത്തിലെ 10:8 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും വേർതിരിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞത് അവരെ ലേവീനെ എന്താ പറയണേ, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. ഇവിടെ പറഞ്ഞത് അതേ ലേവി ഗോത്രത്തെ തന്നെ ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി സർവീസിനായിട്ട് വേർതിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 8ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ നിയമപ്പെട്ടവും ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിപ്പാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് വിചാരിച്ചു നോക്കിയേ, നമ്മളെ ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത്? ലേവി എന്ന് പറയുമ്പോ പുരോഹിതന്മാരാണ് അല്ലെ. പുരോഹിതനാക്കി ദൈവത്തിന്റെ മുമ്പില് നിൽക്കാനായിട്ട്, ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാരാക്കി അവരെ ദൈവം നിയമിച്ചിരിക്കുന്നു. നമ്മളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? പത്രോസിന്റെ 2ാമത്തെ ചാപ്റ്റർ 9ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് റോയൽ പ്രീസ്റ്റ്ഹുഡും അല്ലെ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മൾ മാറ്റിയിരിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്ക്, നമ്മൾ ഇസ്രായേലിന്റെ പോലും പാട്ടായിരുന്നില്ല, പക്ഷെ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇസ്രായേലിന്റെ പാട്ടാക്കി മാറ്റി, എന്നിട്ട് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ടവരായിട്ടല്ല, മെൽക്കിസദേക്കിന്റെ ഗോത്രത്തിൽ എന്താ പറയാ, ആ ഒരു ലീനിയേജിൽ വരുന്ന യേശുവിന്റെ ഗോത്രത്തിൽപ്പെട്ടവരായിട്ട് അല്ലെ. നമ്മൾ യേശുവിന്റെ ഗോത്രത്തിൽപ്പെട്ടവരാണ്, ലേവി ഗോത്രത്തിൽപ്പെട്ടവരല്ല. അപ്പൊ റോയൽ പ്രീസ്റ്റ്ഹുഡ്, അപ്പൊ റോയൽ പ്രീസ്റ്റ്ഹുഡ് രാജകീയ പുരോഹിത വർഗം എന്ന്, രാജകീയ പുരോഹിതന്മാർ ഒരുമിച്ച് പോകത്തില്ല. ലേവിക്കാര് പുരോഹിതന്മാര് മാത്രമല്ല, അവര് രാജാക്കന്മാരായിരുന്നില്ല. രാജാക്കന്മാരായിട്ട് വന്നത് ജൂഡ വർഗത്തിൽപ്പെട്ടവരായിരുന്നു, ജൂഡ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു മുൻപ് ജൂഡാ ഗോത്രത്തിൽപ്പെട്ട പെട്ട ആളായിരുന്നു. ജൂഡാ ഗോത്രത്തിൽ വഴിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, പുരോഹിതനുമായിരുന്നു അല്ലെ. ഹൈ പ്രീസ്റ്റ് ആണ് യേശുക്രിസ്തു. നമുക്കൊരു എബ്രായരുടെ ലേഖനത്തിലൊക്കെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ യേശുവിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ. അപ്പൊ അങ്ങനെ നമ്മള് രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു. വെളിപാടിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ 6ാമത്തെ വാക്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് പുരോഹിത വർഗമാക്കി യേശുക്രിസ്തു മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പുരോഹിത വർഗത്തിൽപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ മുമ്പില് നിൽക്കാനുള്ള അവകാശമുണ്ട്, ദൈവത്തിന്റെ വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ന് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുറത്തുപോയി ആൾക്കാരോട് സംസാരിക്കുക, ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ആൾക്കാരെ ഡിസൈപ്പിൾസ് ആക്കി യേശുവിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നമ്മള് തിരിച്ചു വേർതിരിച്ചിരിക്കുന്നു ദൈവത്തിന് വേണ്ടി അല്ലെ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കാനുള്ളവരും നടക്കുന്നവര് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് സൃഷ്ടിപ്പാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ നാമം വഴി നമ്മള് അവന്റെ നാമം കൊണ്ട് സമൂഹത്തിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അല്ലെ, ദൈവത്തിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നവരാക്കി തീർക്കുന്നതിന് വേണ്ടി അല്ലെ, അവന്റെ എന്താ പറയാ, അവന് വേണ്ടി വേല ചെയ്യുന്ന വ്യക്തികളാക്കിയിരിക്കുന്നു അല്ലെ, നമ്മളെ ആക്കി മാറ്റിയിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയുള്ളതെന്ന് വെച്ചാല്, നിയമപ്പെട്ടകം ചുമക്കുന്നവരാക്കിയിരിക്കുന്നു അല്ലെ. നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാല് ആർക്ക് ഓഫ് കവനന്റ്. ആർക്ക് ഓഫ് കവനന്റ് അതിന് തൊടാനും അത് എടുക്കാനുമുള്ള അവകാശം ആരിന്റെ മക്കൾക്ക്, ഹൈപ്രീസ്റ്റിനും അദ്ദേഹത്തിന്റെ മക്കൾക്ക്, പ്രീസ്റ്റുമാർക്ക് മാത്രം അല്ലെ, മാത്രമായിട്ട് ഉള്ള ഒരു പുരോഹിത വർഗത്തിന് മാത്രം ഉള്ളതായിരുന്നു. എല്ലാ ലേവികൾക്കും ഉള്ളതായിരുന്നില്ല, പുരോഹിത വർഗത്തിന് മാത്രം ഉള്ളൊരു കാര്യമാണ്. നമ്മളെ രാജ്യ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ നിയമപ്പെട്ടകം അതെവിടെയാണ് അല്ലെ, ഇന്ന് എവിടെയാണ് ഹോളി ഓഫ് ഹോളി, അപ്പൊ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള കാര്യം അല്ലെ, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥലം. അപ്പൊ നമുക്ക് ടാബർനാക്കിൾ എടുക്കുമ്പോൾ, സമാഗമന കൂടാരം എടുക്കുമ്പോൾ അതിന് 3 പാർട്ടുകളുണ്ടായിരുന്നു അല്ലെ. ഏറ്റവും ആദ്യത്തേത് ഔട്ട്സൈഡ് അല്ലെ, കോട്ട് എന്ന് പറയാം, അപ്പൊ ആ ബലിയൊക്കെ നടന്നു വരുന്ന ഭാഗം. അത് കഴിഞ്ഞ് ഹോളി പ്ലേസ് അല്ലെ, ലാം സ്റ്റാൻഡും ഷോബ്രെഡ് അല്ലെ, കാഴ്ചയപ്പവും എല്ലാം ഉണ്ടായിരുന്ന ആ സ്ഥലം. അതിനുശേഷം വരുന്നത് ഹോളി ഓഫ് ഹോളീസ് അല്ലെ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന, ആർക്ക് ഓഫ് കവനന്റ് ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് അല്ലെ, ഉണ്ടായിരുന്ന ആ സ്ഥലം. അവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് പോയിരുന്നത് അല്ലെ, പോകാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ആ ആർക്ക് ഓഫ് കവനന്റ് മുകളിലുള്ള എന്താ പറയാ, മേഴ്സി സീറ്റിൽ അവിടെ നിന്നാണ് മോസസിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. മോസസ് അവിടെ ചെല്ലുമ്പോ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത് ആ എന്താ പറയാ, മേഴ്സി സീറ്റിൽ നിന്ന് ആയിരുന്നു. അപ്പൊ ഇന്ന് ആ ആർക്ക് ഓഫ് കവനന്റ് ഇന്ന് എവിടെയാണ് ഹോളി ഓഫ് ഹോളീസ് അല്ലെ. ഹോളി ഓഫ് ഹോളീസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മളെ പിതാവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെ, അവർ രണ്ടുപേരും ഒന്ന് തന്നെ.
നമ്മളെ ഇന്ന് ടാബർനാക്കിളാക്കി വെച്ചിരിക്കുക, സമാഗമന കൂടാരമാക്കിയിരിക്കുന്നു, ദൈവത്തിന് വസിക്കുന്നതിന് വേണ്ടി. അന്ന് മേഴ്സി സീറ്റിൽ നിന്ന് ദൈവം സംസാരിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ, സ്പിരിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹോളി സ്പിരിറ്റ് ഗോഡ് സംസാരിക്കുന്നു. നിത്യനായ ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് വസിക്കുക. നമ്മളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവെന്നുള്ളത് ഹോളി ഓഫ് ഹോളീസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് വിചാരിച്ചു നോക്കുക, ആർക്ക് ഓഫ് കവനന്റ് അല്ലെങ്കിൽ നിയമ പെട്ടകത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? നിയമ പെട്ടകത്തിന്റെ അകത്ത് അന്ന് മോസസിന് രണ്ടാമതായിട്ട് ദൈവം എഴുതി കൊടുത്തു, അല്ലെ? അത് കൽപ്പലകൾ എടുത്തു എഴുതി കൊടുത്തു എന്ന്, കൽപ്പനകൾ എഴുതി കൊടുത്തുന്ന ആ 2 പലകകളും ആ നിയമ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആരിന്റെ ആ വടി അല്ലെ, തളിർത്ത ആ വടി അല്ലെ, അത് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്താ, മന്ന ഉണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയാൽ എന്താണ് മന്ന? മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജോണില് അല്ലെ, യോഹന്നാന്റെ സുവിശേഷത്തില് യേശുക്രിസ്തുവിന്റെ 6-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നു, യഥാർത്ഥത്തിലുള്ള മന്ന അല്ലെ, യഥാർത്ഥത്തിലുള്ള ബ്രെഡ് എന്ന് പറഞ്ഞാൽ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെയാണ് യേശുക്രിസ്തു പറയുക. യേശുക്രിസ്തു തന്നെയാണ് പിതാവ് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന നമുക്ക് ജീവൻ തരുന്ന അപ്പം എന്ന് പറഞ്ഞ യേശുക്രിസ്തു തന്നെയാണ്. മന്ന ഇസ്രായേൽ മക്കളെ പോറ്റിയെങ്കിൽ അല്ലെ, ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണമായിരുന്നെങ്കിൽ, അവരുടെ ജീവൻ നിലനിർത്തുന്നത് മന്ന വഴിയാണെങ്കിൽ യേശുക്രിസ്തു വഴിയാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അല്ലെ. അപ്പൊ യേശു നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ഉള്ളിലാണ് മന്ന ഉള്ളത് അല്ലെ. ഇനി ആരന്റെ വടിയെ പറ്റി ഒന്ന് ഓർത്തു നോക്കുക. ആരന്റെ വടി ഒരു ഗുണവുമില്ലാതെ ഒരു ഉണങ്ങി വരേണ്ട ഒരു വടിയായിരുന്നു അല്ലെ. അത് ദൈവം എന്താ പറഞ്ഞു, അതിനെ തളർത്തു അല്ലെ, അതിനെ തളർപ്പിച്ചു, അതിനെ കിളിർപ്പിച്ചു, അതിന് ജീവൻ കൊടുത്തു. അപ്പൊ എവിടെ കാണിക്കുന്നത്? റിസറക്ഷനെ പറ്റിയാണ് കാണിക്കുന്നത് അല്ലെ. റിസറക്ഷനെ പറ്റി കാണിക്കുമ്പോ എന്താ പറഞ്ഞ, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തു അല്ലെ, ജീവനുള്ളവൻ യേശുക്രിസ്തു. അതിനെപ്പറ്റിയാണ് കാണിക്കുന്നത്. ആ റിസറക്ഷന്റെ പവർ അല്ലെ, ഉയർത്തെഴുന്നേപ്പിന്റെ പവറിനെ പറ്റി കാണിക്കുന്നത്. ഉയർത്തെഴുന്നേപ്പിന്റെ പവർ നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് അല്ലെ ഇന്ന്. പിന്നെ കാണിക്കുന്നത് എന്താ, ആ ടാബ്ലറ്റ് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൽപ്പലക, അതിൽ എഴുതിയിരിക്കുക ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. ഇന്ന് എവിടെയാണ് ദൈവത്തിന്റെ വചനം? ഇന്ന് എവിടെയാണ് ദൈവത്തിന്റെ ലോ അല്ലെ? എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളുണ്ട്. യെരമ്യായ്ക്ക് എഴുതിയിരിക്കുന്ന യെരമ്യാവിന്റെ അകത്ത് 31-ാമത്തെ ചാപ്റ്റർ 31 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു പുതിയ കവനന്റ് ദൈവം വെക്കുക. ഇത് തന്നെ ദൈവം കോട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് എബ്രായ ലേഖനത്തിൽ 8 കൊണ്ട് 10 എഴുതി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒരു പുതിയ കവനന്റ് തന്നിരിക്കുക, ഒരു പുതിയ കവന്റ്. അത് ദൈവം നേരത്തെ ഇസ്രായേൽ മക്കളെ എന്താ പറയുക, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന സമയത്തുള്ള പോലത്തെ കവനന്റ് അല്ല പറയുന്നത്, അതുപോലത്തെ കവനന്റ് അല്ല ഇത്. ദൈവം നമ്മുടെ മനസ്സിൽ ഇട്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കുന്നു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ എന്താ പറയുക ലോ അല്ലെ, നിയമം നമ്മുടെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്നമോസ്റ്റ് പാർട്ടിനെ, നമ്മുടെ ഉള്ളിനെ അല്ലെ, ദൈവത്തിന്റെ ഹോളി ഓഫ് ഹോളീസ് ആക്കി മാറ്റിയിരിക്കുക, ആർക്ക് ഓഫ് കവനന്റ് പോലെ ആക്കി വെച്ചിരിക്കുക അല്ലെ. അവിടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് സംസാരിക്കുക. ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ എന്താ പറയാ, കമാൻഡ്മെന്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആ റിസറക്ഷന്റെ പവർ ഉണ്ട് അല്ലെ. ആരിന്റെ ആ വടി പോലെ, അത് കിളിർത്ത വടി പോലെ ദൈവത്തിന്റെ ആ റിസറക്ഷൻ പവർ നമ്മുടെ ഉള്ളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയല്ലേ, എഫേസ്യർ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആ അതിമഹത്തരമായിട്ടുള്ള പവർ, റിസറക്ഷൻ പവർ നമ്മുടെ ഉള്ളിലേക്ക് അത് വ്യാപിക്കുന്ന ആ ഒരു പവർ അല്ലെ. ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ പവറാണ് നമ്മുടെ നേരെയും വർക്ക് ചെയ്യുന്നത്. അതേ പവറാണ് നമ്മുടെ ഉള്ളിൽ. ഗോഡാണ് പവറെങ്കിൽ ആ പവർ, അതേ പവറാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് അല്ലെ. മന്ന നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലോട്ട് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലീവൈറ്റ്സിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, അവരെ സർവീസ്, ദൈവത്തിന്റെ സർവീസിന് അവരെ ആർക്ക് ഓഫ് കവനന്റ്, നിയമത്തിന്റെ പെട്ടകം ചുമക്കാൻ വേണ്ടി അവരെ നിയമിച്ചെങ്കിൽ, ദൈവത്തിന്റെ മുമ്പ് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ദൈവത്തിന്റെ സർവീസിനായിട്ട് അവരെ വിളിച്ചെങ്കിൽ, അവരെ ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആക്കി തീർത്തെങ്കിൽ, ഇന്ന് നമ്മളെ അതാക്കി തീർത്തിരിക്കുക. അപ്പൊ ലീവൈറ്റ്സിന്റെ ജീവിതം വഴി ദൈവം നമ്മളോട് കാണിക്കുന്ന എന്താ, ഇതാണ് നമ്മളെ പറ്റി കാണിക്കുന്നത് അല്ലെ. അന്ന് ലീവൈറ്റ്സിന്, പുരോഹിത വർഗത്തിന് ശരീരത്തിന്റെ പുറത്താണ് ഇതെല്ലാം നടന്നതെങ്കിൽ, ഇന്ന് നമ്മളെ തന്നെ അല്ലെ, ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തതെങ്കിൽ, അപ്പൊ നമുക്കറിയാം ദൈവം കാണിച്ചതെങ്കിൽ നമുക്കറിയാം എന്താ പറയുക, ഓരോ സാക്രിഫൈസ് അല്ലെ, ഓരോ ബലി കൊടുക്കുന്നതല്ല ഫിസിക്കലി ദൈവം കാണിക്കുന്നത് എന്താ ദൈവം ചെയ്യാൻ പോകുന്നതിനെ പറ്റി അല്ലെ. അപ്പൊ ഇന്ന് നമ്മളെ തന്നെ ഒരു ടാബർനാക്കിളായിട്ട്, നമ്മളെ തന്നെ എന്താ പറയുക, ഒരു സമാഗമന കൂടാരമാക്കി ദൈവം മാറ്റിയിരിക്കും. അതാണ് ദൈവം കാണിച്ചത് അല്ലെ. ഞാന് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പോവാണ് അല്ലെ, മനുഷ്യരുടെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. എന്റെ മകന്റെ മരണം കൊണ്ട് ഞാൻ ചെയ്യാൻ പോവാണ്. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്.
അല്ലെ. അപ്പോ ദൈവം ഈ ലീവൈറ്റ്സിന് കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞിരിക്കുക വെച്ചാല് അവർക്ക് ഈ ലോകത്തിൽ വലിയ അവകാശമൊന്നുമില്ല അല്ലെ. ലോകത്തെ സൃഷ്ടിച്ച സകല ലോകത്തിന്റെ ഉടയവൻ തന്നെയാണ് അവരുടെ അവകാശം. അത് തന്നെയല്ലേ നമ്മളുടെ യേശുക്രിസ്തു അല്ലേ നമ്മളുടെ അവകാശം. നമുക്ക് വേറൊരു അവകാശമില്ല. ഈ ലോകം നമ്മളുടെ പാട്ടല്ല. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ പോലും അല്ലെ. നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, നമുക്ക് വീടുണ്ട്, കാറുണ്ട്, അതൊക്കെ വാസ്തവം. പക്ഷെ അതൊന്നും നമ്മളുടെ അല്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും നമുക്ക് അവകാശമായിട്ട് പറയാൻ പോലും പറ്റത്തില്ല. അതെല്ലാം ദൈവത്തിനാണ്. പക്ഷെ നമുക്ക് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകമെല്ലാം നമ്മൾ വിട്ടുപോകുന്ന ഒരു സമയം വരുമ്പോ നമുക്ക് അവകാശമായിട്ടുള്ളത് നമ്മുടെ ദൈവമാണ് അല്ലെ. അപ്പോ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബൈബിളിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നത്, ഓരോ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലാതെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എല്ലാം ദൈവം എന്താ പറയാ പറയുന്ന നമ്മൾക്ക് വേണ്ടി ദൈവം യേശുക്രിസ്തു വഴി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എന്താ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കണം, റെവലേഷൻസ് തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം വെളിപ്പെടുത്തി തരാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മളോട് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ റോയൽ പ്രീസ്റ്റ്ഹുഡും ഹോളി നേഷനും ആക്കിയിരിക്കുന്ന, ദൈവം വസിക്കുന്ന ആലയമാക്കി മാറ്റിയിരിക്കുന്ന നമ്മുടെ ദൈവം യേശുക്രിസ്തുവിന്റെ മരണം വഴി. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, ഫാദർ ഗാഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്ന വ്യക്തികളെ ഇന്ന് റോയൽ പ്രീസ്റ്റ്ഹുഡ് ആക്കി യേശു ക്രിസ്തു വസിക്കുന്ന സ്ഥലമായി, യേശുവിന്റെ ആത്മാവായ ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്ന ആലയമാക്കി തീർത്തിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഇത് ഒരിക്കപ്പോൾ ഞങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. എവിടെയായിരുന്നു ഞങ്ങളെന്നും ഇന്ന് ഞങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നും മനസ്സിലാക്കി തരണം അപേക്ഷിക്കുന്നു. അതൊന്നും ഞങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഒരിക്കൽ പോലും മറിഞ്ഞു പോകാതിരിക്കട്ടെ കർത്താവെ. അതനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെ വാഴ്ത്താനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ. പ്രൈസ് യു ഹോളി നെയിം. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്ന് കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.